എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇടുക്കി ഇടവഴികളിലൂടെ ഒരു യാത്രയാണ്. അതിമനോഹരമായ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര എല്ലാവരെയും ആകർഷിക്കുന്ന, മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഇടുക്കിയുടെ ഗ്രാമഭംഗി. എത്ര മനോഹരിയാണ് ഇടുക്കിയിലെ വനാന്തരങ്ങൾ. എത്ര കണ്ടാലും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അതിസുന്ദരമാണ് ഈ ഇടുക്കിയിലൂടെയുള്ള ഇടവഴികളിലൂടെയുള്ള ഈ യാത്ര. പാല് കൊടുത്തിട്ട് ആളുകളൊക്കെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരുപാട് ദൂരം നടന്നു വേണമെന്ന് തോന്നുന്നു പാല് കൊടുക്കാനായിട്ട് എല്ലാവർക്കും പോകാൻ. എല്ലാവരും നടന്ന് പാലൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വരുന്ന പോലെയൊക്കെ തോന്നുന്നു. കണ്ടിട്ട് പാത്രങ്ങളൊക്കെ കയ്യിലുണ്ട്. ഇവിടെ നിറച്ച് കൊക്കോത്തോട്ടങ്ങളാണ്. ഇവിടെ കൊക്കോ കൃഷിയാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട്. കൊക്കോ തോട്ടങ്ങളാണ് മുഴുവൻ കാണുന്നത്. റൈറ്റ് വശത്ത് കൊക്കോയും ലെഫ്റ്റ് വശത്ത് കുറച്ച് റബ്ബറുമാണ് കാണുന്നത്. ഇടുക്കിയുടെ ഗ്രാമപ്രദേശമാണെങ്കിൽ ഇവിടെ ഒരുമാതിരി കോട്ടയം പ്രതീതിയൊക്കെ ഇവിടെ നല്ല പാലുണ്ടെന്ന് തോന്നുന്നു റബ്ബറിനൊക്കെ. അതെ, കട്ടറൊക്കെയാണ് വണ്ടി പോകുമ്പം റോഡിൽ എല്ലാം. ബസ്സൊന്നുമില്ല. ഒരുപാട് ദൂരം നടന്നൊക്കെ ആയിരിക്കും ആളുകൾ ഓരോന്നിന് പോകുന്ന. ഇല്ലെങ്കിൽ വല്ല ഓട്ടോറിക്ഷയൊക്കെ ആശ്രയിക്കേണ്ടി വരും. ബസ് എന്തായാലും ഈ വഴി ഓട്ടോയൊക്കെ പോരാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നല്ല വഴികളിൽ കൂടിയും ടൗണുകളിൽ കൂടിയൊക്കെ താമസിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള വഴികളിൽ കൂടിയൊക്കെ ഒന്ന് യാത്ര ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും ഓരോ നാടിൻ്റെയും പ്രത്യേകതകൾ. നിങ്ങൾ ഈ കാണുന്നത് മഞ്ഞ മലകളാണ്. ഇടുക്കിയുടെ സൗന്ദര്യം. മഞ്ഞുകൾ മൂടിക്കിടക്കുന്ന മലകളില് എന്ത് ഭംഗിയാന്ന് നോക്കിയാ കാണാൻ. ഇതാണ് ഇടുക്കിയുടെ സൗന്ദര്യം. ഏവരെയും ആകർഷിക്കുന്ന രീതിയിൽ മഞ്ഞ് മൂടിക്കിടക്കുവാണ്. നല്ല താഴ്വരകൾ, മൊത്തം പച്ചപ്പ് നിറഞ്ഞ മലകൾ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? മഴയത്ത് എത്ര മനോഹരമാണ് ഇടുക്കിയിലെ ഗ്രാമഭംഗി. ഇടവഴികളിലൂടെയുള്ള ഈ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഞ്ഞ് മൂടി, മലകളെല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. മഞ്ഞുമലകൾ കാണാൻ എവിടെയും പോകണ്ട, ഇവിടെ വന്നാണ്. നമ്മളങ്ങനെ യാത്ര ചെയ്ത് താഴോട്ട് ഇറങ്ങി പോവാണ്. നല്ല കുത്തിറക്കമാണ്. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾക്ക് യാത്ര ചെയ്ത്. കൃഷിക്കാരൊക്കെ നല്ലപോലെ ജോലി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എല്ലാ കൃഷികളും നല്ലപോലെ നിൽക്കുന്നു. ആ മഞ്ഞുമല
മരം മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുന്നു. ആഹാ, എത്ര ഭംഗി കാണാൻ. നല്ല മഞ്ഞാണ് റോഡിലെല്ലാം. നല്ല പ്രകൃതി രമണീയമായ പ്രദേശം. വണ്ടി നല്ലപോലെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ മണ്ണിടിയാതിരിക്കാനാന്ന് തോന്നുന്നു. മണ്ണിടിയാതിരിക്കാനാന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് വിരിച്ചിട്ടേക്കുവാണ്, മണ്ണ് കുത്തിരിച്ച് പോകാതിരിക്കാൻ. ആ പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ കൂടെ നിൽക്കുന്ന ജാതി താമസിക്കുന്നത് ജാതിയാണ് നിൽക്കുന്ന. ആ ടാപ്പോളി പിടിച്ചതിൻ്റെ മണ്ടയിലെ നല്ല കാഫലമുള്ള ജാതിയാണ്. ഇപ്പോഴത്തെ കായൊന്നുമില്ല, ശരിക്കും നല്ല പൂത്താണ് നിൽക്കുന്നത്. വണ്ടി ഇപ്പൊ കുത്തിറക്കത്തിലാണ്. വളരെ സൂക്ഷിച്ച് ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹൈഗിയറിലാണ് വണ്ടി ഇറങ്ങി പോകുന്നത്. വഴിയൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വന്ന് വഴി വരുമ്പം സ്പീഡൊക്കെ കുറച്ചൊക്കെ ഓടിക്കണം. ഇപ്പം തന്നെ വഴി മഞ്ഞ് മൂടിയിട്ട് കാണാൻ നല്ല പ്രയാസമാണ്. റോഡെല്ലാം മഞ്ഞ, നല്ല ഭംഗിയാണ് കാണാൻ. സമയം 5:30 ആയേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോൾ ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. നല്ല മഴയുണ്ട്. നല്ല ഹെയർപിൻ വളമാണ്. നല്ല കുത്തിറക്കവും നല്ല വളവും. മഞ്ഞായതുകൊണ്ട് തന്നെ വളമൊക്കെ ശ്രദ്ധിച്ച് ഒരു കുഴിയുണ്ടോ തോന്നുന്നു. ലൈറ്റൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല മഞ്ഞാണ്. നല്ല കുത്തിറക്കമാണ് ഗൈസ്. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കൊടുക്കാതെ ഒരു രക്ഷയില്ല. താഴെ നിന്നൊക്കെ കയറി വരുന്നുണ്ട് വണ്ടി. സൂക്ഷിച്ചു പോണേ. വണ്ടിയിൽ ഇരിക്കുമ്പോൾ നല്ലൊരു ഭയം തോന്നുന്നുണ്ട്. കുത്തിറക്കമാണ്. അവിടെയൊക്കെ ഫസ്റ്റ് ഗിയർ ഇട്ട് വേണം ഇറങ്ങി പോകാൻ. അവിടെയൊക്കെ റോഡ് വിണ്ടിരിക്കുക, സൂക്ഷിച്ച് പോകണം. റോഡിന്റെ സൈഡൊക്കെ ഇടിഞ്ഞു വിരിക്കുകയാണ്. എനിക്ക് ഇത്രയും ഇറക്കമൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ട്. നല്ല കുത്തിറക്കമാണ് ഗൈസ്. ഇതാണ് ഇടുക്കിയുടെ ഗ്രാമീണ റോഡുകളിലെ ഇത് ഇങ്ങനെയാണ്. പക്ഷെ നല്ല സുന്ദരമാണ്. മല മുകളിൽ കൂടെയൊക്കെയാണ് റോഡ്. പക്ഷെ ഭംഗിയുണ്ട്, എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വ്യൂ ഉണ്ട്. ഇടുക്കി
ഇടുക്കി എന്ന് പറയുമ്പം തന്നെ ഇടുങ്ങിയ നല്ല റോഡുകളും ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ എല്ലാവരെയും ആകർഷിക്കുന്നത്. ഇടുക്കിയുടെ എല്ലാ സൗന്ദര്യവും ഒത്തിണങ്ങിയ. ഇടുക്കിയിൽ ഇപ്പോൾ എല്ലാ മലയോര മേഖലയിലും നല്ല റോഡുകളാണ്. പിന്നെ വളരെ ചിലയിടങ്ങളിൽ മാത്രം എന്നാലും പണിതുകൊണ്ട് വരുവാണ്, പണിതുകൊണ്ടിരിക്കുകയാണ്. നല്ല റോഡുകളാണ് പണിയുന്നത്. ഞങ്ങളിന്ന് പോകുന്ന വഴിക്കും കുറേ റോഡുകൾ പണിത് കാലാവസ്ഥ അനുസരിച്ചൊക്കെ റോഡ് പെട്ടെന്ന് മണ്ണിടിഞ്ഞു പോവുകയും നന്നായിട്ട് എത്ര പണിതിട്ട് കഴിഞ്ഞാലും അതിൽ കാലാവസ്ഥ വരുമ്പോൾ അല്ലേ, കാലാവസ്ഥ വ്യതിയാനത്തിന്റെയാണ്. ഒരു നല്ല മഴ വരുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ ഇടിയൊക്കെ ചെയ്യും. എന്നാലും അത് വീണ്ടും പുനഃക്രമീകരിക്കും. ഞങ്ങളിങ്ങ് പോകുന്ന വഴിക്ക് കുറേ റോഡുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വീതി കൂട്ടി പണിതുകൊണ്ടിരിക്കുന്നു. കണ്ടതാണ്. ഇടുക്കിയുടെ പ്രകൃതി അങ്ങനെയാണല്ലോ, മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണല്ലോ നമ്മുടെ ഇടുക്കി ജില്ല. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നതിൽ 100% ശരിയാണ്. ഇടുക്കി കേരളത്തിന്റെ ഒരു ഭാഗമാണ് ഇടുക്കി. കേരളത്തിലെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് പറയുക ഇടുക്കി. ഇത് കണ്ടോ റോഡൊക്കെ. ഇതിലെ ബസ് റൂട്ട് ഇല്ലെങ്കിലും സ്കൂൾ ബസ്സൊക്കെ ഇതിലെ കയറി പോരുന്നതാണ്. ഇതിൽ ഓട്ടോ ഒന്നും അങ്ങനെ വരികയില്ല. ഓട്ടോ ഒക്കെ ഉണ്ട്, ഇപ്പൊ കാറ് കയറി പോയില്ലേ, കാറൊക്കെ ഉണ്ടല്ലോ. നമ്മളെ കാറില്ല, ഓട്ടോ പോകും. ഒരു മല വീണ് കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മഴയല്ലായിരുന്നു, അതാണോന്ന് തോന്നുന്നു. ആ ഒരു വലിയ വനയോടെ വീണ് കിടക്കുന്നത്. വലിയ യാത്ര ഈ മഴക്കാലത്തൊക്കെ ഇതിൽ പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് പോകണം. മരങ്ങളൊക്കെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നോണ്ട് സൈഡിലൊക്കെ. ഞങ്ങൾ ഇറങ്ങി വരും തോറും ഇറക്കം നല്ല കൂടി ഇറക്കത്തിലേക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറക്കം കൂടി വരുവാന്ന് തോന്നുന്നല്ലേ, നല്ല ഇറക്കമാണ്. നമുക്ക് തോന്നുവേ ഇതെല്ലാം ഇരുട്ടാണ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ സമയമൊന്നും ഒത്തിരി ആയിട്ടില്ല. പക്ഷെ ഈ മരങ്ങളിങ്ങനെ ഞങ്ങളിത് ഷൂട്ട് ചെയ്യുമ്പോൾ 5:30 ആയേ ഉള്ളൂ. പക്ഷെ നല്ല ഇരുട്ടാണ്. നല്ല മഞ്ഞ് കാരണം ലൈറ്റൊക്കെ ഇട്ടാ പോകുന്നത്. ഈ മഴയത്ത് പോലും അത് രീതിയിലെല്ലാം ചെറുതായിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞിരിക്കുന്നു. മലയെല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. ഒരു പള്ളി കാണുന്നുണ്ട്, നല്ലൊരു ചർച്ച്. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.